1 മാസമാകാറായില്ലേ? മാർട്ടിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടാണോ പോകുന്നത്? അല്ലാതെ ഞാനിവിടെ പോവാനാ. വിഷമിക്കരുത്. മാർട്ടിൻ്റെ വീടിരുന്നിടത്ത് ഇപ്പോൾ ഒന്നുമില്ല. എല്ലാം വെള്ളം കൊണ്ട് പോയി. കൂടെ 15 പേരും പോയി. മാതച്ചൻ ബാക്കിയുണ്ട് അല്ലേ? ഞാൻ കൂടെ വരണോ? അയ്യോ,
കൊള്ളാല്ലേ? ആ ഇത് കൊള്ളാല്ലേ. ഒയ്യോ, ഇവിടെ ഒരു പടി കെട്ടണം കേട്ടോ, ഇറങ്ങാനൊക്കെ വലിയ പാടാ. ഇത് നോക്ക്, ഇത് വാങ്ങിയാലോ? ഈ ചെടിയല്ലേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്? ഇച്ചായ, ഞങ്ങള് പിന്നെ നോക്കണം. നിർത്ത്. മീൻ ഞാൻ വീട്ടിൽ കൊടുത്തോളാം. മാർട്ടിനെ, മാത്തച്ഛ, എന്റെ മീന് എന്താ മാത്തച്ഛ ഈ കാണിക്കുന്നത്? എന്റെ മീൻ ഇതാ നിന്റെ പണം. പക്ഷേ അവനൊന്ന് നാടണം. ഇതെന്തായി പ്രശ്നം? അവര് തമ്മിൽ എന്നും വഴക്കാം, അതിര് തർക്കമാ. ഇതിപ്പോ അങ്ങാടി വരെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ എന്റെ വയലിൽ അഴിച്ചുവിട്ട പശുവിനെ കെട്ട കള്ളനാണ്. ഇവനല്ലാതെ വേറെ ആർക്കും എന്റെ പശുവിനെ കക്കാൻ കഴിയില്ല. മാതജ അനാവശ്യം പറയരുത്. നിന്റെ പശുവിനെ എനിക്ക് ഇതിന് വേണം. ഓഹോ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ദേഹത്തോടെ മീൻമാരി അറിഞ്ഞിട്ട് കളിക്ക് തുടങ്ങുന്നു. അച്ചായ, അങ്ങാടിയാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നത്, നമുക്ക് പോകാം. അയാൾ എന്റെ ദേഹത്തോടെ മീൻമാരി അറിഞ്ഞിട്ട് ഞാൻ വെറുതെ പോരാ. എന്റെ ദേഹം മൊത്തം മീൻമാരി അറിഞ്ഞിട്ട് അങ്ങനെ വെറുതെ പോകുന്നുണ്ടാ കാണിച്ചാ. വർത്താനം പറയാൻ നിൽക്കൂ. മീനെ മീനേ ഇന്നെന്താ മീൻ? നല്ല മത്തിയുണ്ട് ചേച്ചി. ഇന്നെന്താ ഇത്ര വൈകിയേ? ഒന്നും പറയണ്ട എന്റെ ചേച്ചി, നിങ്ങളുടെ അയലോക്കംകാർ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഓ, എന്റെ മീനെല്ലാം എടുത്ത് എറിഞ്ഞോണ്ടല്ലായിരുന്നു. ആര്? മാത്തച്ഛനും മാർട്ടിൻ ചേട്ടനോ? അല്ലാതെ ആര്? അവര് തമ്മിൽ എന്നാ ചേച്ചി ഇത്ര പ്രശ്നം? എന്റെ മീൻ തീരാനുള്ളതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അതിര് തർക്കത്തിൽ തുടങ്ങിയ പ്രശ്നമാ, എന്നും വഴക്കാ. ഞങ്ങൾക്കതൊരു ശീലമായി. ദേ പോന്നു. പൈസ പറ്റില്ല, എഴുതിക്കോ, നാളെ തരാം. അതും പറ്റി. മീനെ മീനേ അച്ചായനൊന്ന് കുളിക്ക്. കഷ്ടമെന്നറിയാമോ? മീനെ മീനേ ചേച്ചി, മീനെ മീനേ. മാത്തച്ഛനെ കണ്ടായിരുന്നോ? പിന്നെ അങ്ങാടിയിലുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങ് വന്നേ. നിങ്ങളുടെ അയലോക്കാരന് നല്ലോണം കൊടുത്തിട്ടുണ്ട് മാത്തച്ഛൻ. ആർക്ക്? മാട്ടിനോ? പിന്നെ അല്ലാതെ, അയാൾ ആകെ അങ്ങ് നാറിപ്പോയില്ലേ. എന്തായിരുന്നടാ പ്രശ്നം? നമ്മുടെ പശുവിനെ കാണാതെ പോയില്ലായിരുന്നോ? അത് തന്നെ പ്രശ്നം. ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിലെ 100 രൂപ കൂടുതലുണ്ട്. നീ കേറുന്നിടത്തെല്ലാം ഇതങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. പിന്നല്ലാതെ, ആ കാര്യം ഞാൻ ഏറ്റു. എന്റെ കർത്താവേ, ഇവരുടെ വഴക്ക് ഈ നൂറ്റാണ്ടിൽ എങ്ങും തീർന്നേക്കല്ലേ. അയ്യോ, എന്റെ മീനെ, എന്റെ ഞാനേ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ചേട്ടൻ റോങ് സൈഡ് കയറി വന്നേ. നീ എവിടുന്നാ? തൂമഞ്ഞു കുമ്പിൾ കണ്ണി
ചേട്ടാ പിടിപിടി ചേട്ടാ പിടിപിട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേട്ടാ പരിഹാരം ഉണ്ടാക്കാം. പിടിപിട് പിടിപിടി ചേട്ടാ പിടിപിട്. പരിഹാരം ഉണ്ടാക്കാം. അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. പിടിയൊക്കെ വിടാം, പക്ഷെ എനിക്ക് എന്റെ കാശ് കിട്ടണം, അല്ലാതെ ഞാൻ പിടിയില്ല. ഞാൻ തരാം ചേട്ടാ. ഇത് വലത്, ഇത് ഇടത്. ഞാൻ ഇടത് ഭാഗത്തൂടെ വന്നേ. എങ്കിൽ സാറില്ല, വാ ഞാൻ സഹായിക്കാം. പൈസ 200 കിടക്കണേ. 1000 രൂപയുണ്ട്. വെച്ചോ, പിന്നെ ഒരു 100 കൂടെ വിളിച്ചോ കേട്ടാ. എനിക്കെന്നെ നഷ്ടപരിഹാരം ഒരു 500 രൂപയും കൂടെ കൊണ്ടു. ഇതെന്റെ നഷ്ടപരിഹാരം. 500 ഉള്ളൂ അല്ല? നിനക്കൊന്നും മനസ്സിലായില്ല. അയ്യോ 500 എങ്കിൽ 500. എന്റെ അടുത്ത് അവന്റെ കളി. അല്ലാത്തൊരു ദിവസം തന്നെ എല്ലാവരും എനിക്ക് കാശ് തരുന്നു. എന്റെ മാതാവേ, ഇന്ന് കണി കണ്ടവനെ നാളെയും കാണണേ. മോളെ സോറി അപ്പാ, ഞാൻ നീ വിട്ടെ. കണ്ടില്ല. നീ ഒന്ന് ഇവിടെ വന്നിരുന്നേ. ആ ആ നിന്നിൽ കുറച്ച് ദിവസമായിട്ട് ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്നിലും ഒരു ശ്രദ്ധയില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കുരിശായിരുന്നോ പോയേ? ഇല്ല മോളെ, നിന്റെ ഈ പ്രായത്തിനൊരു പ്രശ്നമുണ്ട്. അപ്പനും അമ്മയും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. ചതിക്കുഴി വീഴാതിരിക്കാൻ കുരിശ് നമുക്കൊരു സംരക്ഷണം. അത് മറക്കരുത് കേട്ടോ. അപ്പാ ഞാൻ മറക്കൂല. ഓക്കേ ഓക്കേ. ആ അപ്പാ, നമ്മുടെ അങ്ങാടിയില് മാസൻ ചേട്ടനും മാർട്ടിൻ ചേട്ടനും മുട്ടനടി. ഇന്നെന്താ പ്രശ്നം? ആ എന്തോ പശുവിന്റെ കേസും പറഞ്ഞു. സമയം കിട്ടാത്തോണ്ടല്ലോ മൊത്തം കാട് പിടിച്ചുവിടേക്കാം. ഇത് നല്ല കായ്ഫലുള്ള തെങ്ങ. ഇത് ഇവിടെ വെക്കേണ്ടതാണ്. എവിടെ? അത് ഇവിടെ വേണോ അതോ വേറെ കുഴി എടുക്കണോടി? ഇവിടെയല്ലേ കുറച്ചുകൂടി നല്ലത്. ആ, ഈ തെങ്ങ് ഇവിടേക്കല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വേണം. കുഴിയാണെങ്കിലും മൊത്തം കാട് പിടിച്ചു. ഇച്ചായ എന്താടി? അങ്ങോട്ട് നോക്കിക്കേ. അവര് നമ്മുടെ അതിരയിലാ തെങ്ങും തൈ നടുന്നത്. പോയി ചോദിക്കും മനുഷ്യ. ഇങ്ങോട്ട് വരി. അതിലാണോടാ തെങ്ങ് നടുന്നത്? ഇച്ചിരി അങ്ങോട്ട് മാറ്റി നട്ടോണം. മാത്തച്ഛ, ഞാൻ എന്റെ പറമ്പിലല്ലേ നടന്നത്. അതിനിപ്പോ നിന്റെ പെർമിഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് തരി. ഞാൻ വിളിക്കാം. ഇതിന്റെ ഒരു ഓല എന്റെ പറമ്പിൽ വീണ നീ വിവരം അറിയും. ഓ ആയിക്കോട്ടെ. നടക്കണേ. ചെയ്യുമെന്ന് പറയാം. കഷ്ടം. സ്വന്തം പറമ്പിൽ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നീ കയറിപ്പിക്ക. പോ. കള്ളൻ കള്ളൻ കള്ളൻ. എടാ, കള്ളൻ, നിക്കടാ അവിടെ. അവിടെ നിക്കടാ അവിടെ. നിക്കടാ അവിടെ. നിക്കടാ അവിടെ. കള്ളൻ. പിടി അവിടെ. അവനെ പിടി. പിടി. ആ. ഇരിക്കടാ അവിടെ. എടാ കള്ള, ഒളിച്ചിരുന്നാ പിടിക്കില്ലാന്ന് കരുതിയോ? വാഴക്കൊല മോഷണാ അല്ലേ നിന്റെ പരിപാടി? അല്ല, ഇതതിന് ചാക്കോച്ച മലയാളിന്റെ തോട്ടല്ലേ? നിങ്ങൾക്കെന്താ അവിടെ കാര്യം? നിങ്ങളും കൊല കക്കാൻ വന്നല്ലേ? എടാ, ഇത് ചാക്കോച്ച മുതലാളി പറഞ്ഞ വില കൊടുത്ത് ഞങ്ങൾ പാട്ടത്തിനെടുത്ത തോട്ടമായത്. അതെയോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പ്രശ്നമാക്കരുത്. പ്രശ്നമാക്കും. നാട്ടുകാരറിഞ്ഞാൽ ആകെ നാണക്കേടാണ്. അറിയട്ടടാ, നീയൊക്കെ നാണം കിടണം. ഞാൻ കണ്ടവന്റെ ഒക്കെ വാഴക്കൊല കക്കുന്ന പരിപാടിയാ നിനക്കല്ലേ? ഞാൻ ഇനി ഒരിക്കലും കക്കൂല സാറേ. ഞാൻ പോട്ടെ സാറേ. ഓ, അവിടെ നിക്കടാ. നിക്കടാ. കേസ് കൊടുക്കട്ടെ, കേസാ. സാറേ ഞാൻ പോട്ടെ ആ സാറേ. പോ. അവന്റെ ഒരു ഓട്ടം കണ്ടില്ലേ? അലക്സേ, നിന്റെ അഭിനയം കലക്കി. എടാ ഒന്ന് വേഗം നോക്ക്. ചാക്കോച്ച മുതലാളി നാട്ടിൽ നിന്ന് പോയ തക്കമാ. രാത്രിക്ക് രാത്രി വാഴക്കുലയെല്ലാം വെട്ടി വെളുക്കും മുമ്പ് ചന്തയിലെത്തിക്കണം. ശരി.
വായ ഇതൊക്കെ ഇനി എപ്പോ കൊലിക്കാനാ? ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണല്ലോ. ഇത് ഇന്ന് വെച്ചതാണല്ലോ. ഇതെങ്കിലും ഇത് ഇവിടെ കയറിയിട്ട് ഒന്നും കിട്ടാണ്ട് പോകുന്നത് മോശമല്ലേ? വെറുതെ കള്ളന്മാരെ പറപ്പിക്കരുതല്ലോ. മാതച്ചോ, നാളെ എൻ്റെ പണി മുടങ്ങുമെന്നാ തോന്നുന്നത്. അതെന്നാടോ? ഇന്ന് രാത്രി ഭയങ്കര മഴയാണെന്നാ പറയുന്നത്. വള്ളങ്ങളൊന്നും കടലിൽ പോകുന്നില്ല. പിടുത്തം വിട്ട മഴയാണെന്നാ കേട്ടത്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നമുക്കെന്നാ പേടിക്കാനാ? ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന്. മാതച്ചോ, നിങ്ങളെ ഭാര്യ പറഞ്ഞു വിട്ടോ? അതിരില് മാർട്ടിൻ വേലി കെട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന് വേഗം ചെല്ലാൻ പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാണ് തെങ്ങോട്ട് വെച്ചത്. അതിനാ വള്ളി കിടന്നു. വള്ളി കിടന്നു. വേഗം ഇട്, വേഗം ഇട്. ഇതിന്റെ പേരിലൊരു മാർട്ടിനെ അതിരെ വേലി കെട്ടുന്നത് ഒറ്റയ്ക്കാണോ? എന്റെ പറമ്പ് വേലിയിട്ട് എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എന്നോട് ചോദിക്കണ്ട. ഇത് എന്റെ അതിനല്ലേ? ഞാനും കൂടെ അറിയാം. നിങ്ങളുടെ പറമ്പ് അപ്പുറത്തോട്ടല്ലേ? അവരുടെ ഒരു വേലി. നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു തെങ്ങ് വെച്ചതാ. രായ്ക്ക് രാമനെ അയാളൊന്ന് പുഴു കളഞ്ഞു. എന്റെ പറമ്പിൽ ഒരു കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് പറഞ്ഞാല് പിന്നെ ആരാണോ? നീ ഒറ്റ ഞങ്ങൾ എന്താ ഏട്ടാ പ്രശ്നം? ഏതൊരു തെങ്ങിൻ തൈന്റെ പ്രശ്നമാണ്. തെങ്ങും തൈ നീ ഇന്നലെ പറഞ്ഞില്ലേ ഈ തെങ്ങിന്റെ ഒരു ഓല ഇങ്ങോട്ട് വിടാൻ പാടില്ല? എന്നെ കൊണ്ടൊന്ന് ഞാൻ വേലി കെട്ടിക്കും. മഴ. അയ്യോ മഴ. ചായ വാ, എഴുന്നേക്ക്. മഴ. മതി, വാ. മതി. ഈ വേലി കെട്ടിട്ട് വാ, ചായ, വാ. മഴ നിർത്താതെ പെയ്യാണല്ലോ. മേരി, ഒരു ഫയൽ എടുത്തിട്ട് എത്ര നേരം വേണം? നിങ്ങൾ എന്താ ഈ എഴുതുന്നേ? മാതത്തിനെതിരെ നാളെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള പരാതിയാ. ഇതൊക്കെ നേരം വെളുത്തിട്ട് ചെയ്താ പോരെ? പോരാ, നാളെ നേരം എടുക്കുമ്പോൾ ഞാനിത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കും. അയാളെ സ്റ്റേഷനിൽ രണ്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. എന്നെ നാണം കെടുത്തിട്ട് അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ തരുതണ്ട. നിങ്ങൾ എന്തേലുമൊക്കെ ചെയ്യേ, ഞാൻ പോന്നു.
ഹലോ, ഞാൻ പുറത്തുണ്ട്. എല്ലാം എടുത്തോണ്ട് പെട്ടെന്ന് ഇറങ്ങി വാ. അതെ, സ്വർണ്ണം എല്ലാം എടുക്കണം കേട്ടോ. എല്ലാം എടുത്തിട്ടുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടോ? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മോളെ, നിന്റെ ഈ പ്രായത്തിനൊരു പ്രശ്നമുണ്ട്. അപ്പനും അമ്മയും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. ചതിക്കുഴി വീഴാതിരിക്കാൻ കുരിശ് നമുക്കൊരു സംരക്ഷണം. ജോണേട്ടാ, കഥക് തുറക്ക്. ജോണേട്ടാ, 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 എഴുന്നേക്ക് ജോണേട്ടാ. ജോണേട്ടാ, ആരാ? ഇത് ഞാനാ. എന്താ എന്ത് പറ്റി? ജോണേട്ടാ, പുഴയിലെ വെള്ളത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഉരുൾപൊട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഉടനെ നമുക്ക് മാറാം. ജോണേട്ടാ, ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ? വാ. എന്താ? അതെ, ഞാനിങ്ങ് വരുമ്പോൾ പുറത്ത് 3-4 കാറ് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മുട്ടിക്കവലേന്ന് കഞ്ചാവുമായി പിടിച്ച കേസിലെ പ്രതികളാ അവര്. മഹാ അലമ്പ. എല്ലാ പോക്കൃത്തരങ്ങളും കയ്യിലുണ്ട്. അതെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി പോലെ. നമുക്ക് ഒന്നിച്ചു പോവാം. മാത്തച്ഛനും മാറ്റനും ഒന്നും ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറാം. മഴ കഴിഞ്ഞിട്ട് വരാം. ഞാനൊന്ന് മോളെ വിളിക്കട്ടെ. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. വിലങ്ങുപാറ മേഖലയിൽ അതിശക്തമായ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നു. നമുക്ക് കിട്ടിയ പ്രാഥമിക വിവരമനുസരിച്ച് പുഴ ദിശ മാറി ജനവാസ മേഖലയിലൂടെയാണ് ഒഴുകുന്നത്. മാർട്ടിനെ, പോയില്ലേ? അടികൂടിയും ബഹളം വെച്ചു ഉറുമ്പരിക്കുന്ന പോലെ മെല്ലെ മെല്ലെ സ്വരൂപിച്ച് എല്ലാം പോയില്ലേ? സാരമില്ലടാ. എന്തിനു വേണ്ടിയായിരുന്നോ?